ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നും ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നും കോൺഫെഡറേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഭാരവാഹികൾ. വില വർധനവ് നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കുമെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഈ മേഖല കടന്നുപോകുന്നത്. അതിനിടയിലാണ് ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്, ഭീമമായ വില വർധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വില ഏകപക്ഷീയമായി വർദ്ധിപ്പിക്കാനുള്ള ഉടമകളുടെ തീരുമാനത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഡിസംബർ 27-ന് കത്ത് നൽകിയിരുന്നു. കളക്ടർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഡിസംബർ 30-ന് കളക്ടറുടെ ചേംബറിൽ വെച്ച് മീറ്റിംഗ് വിളിച്ചു ചേർത്തു. 25 വർഷം മുൻപ് പൊട്ടിച്ച പാറകൾക്ക് ജിയോളജി വകുപ്പ് പ്രകാരം ഇപ്പോൾ അമിതമായ പിഴ ചുമത്തുന്നതുകൊണ്ട് ക്വാറി ക്രഷർ മേഖല പ്രതിസന്ധിയിലാണെന്നും വില വർധനവല്ലാതെ മറ്റൊരു വഴിയില്ലെന്നുമുള്ള ഉടമകളുടെ നിലപാടിനെ തുടർന്ന് ഈ ചർച്ച അലസിപ്പിരിക്കുകയായിരുന്നുവെന്നും 15 ദിവസത്തേക്ക് വില വർധനവ് പാടില്ല എന്ന യോഗ തീരുമാനം നടപ്പാക്കാതെ ക്വാറി ക്രഷർ ഉടമകൾ വില വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായതെന്നും കോൺഫെഡറേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഭാരവാഹികൾ പറഞ്ഞു. ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ജില്ലയിലെ മരാമത്ത് പ്രവൃത്തികൾ, വിലങ്ങാട് പുനരധിവാസം, ലൈഫ് മിഷൻ വീടുകളുടെ നിർമ്മാണം, ദേശീയപാതയുടെ പ്രവൃത്തികൾ എന്നിവയെ പ്രതികൂലമായി ബാധിക്കും. ഈ സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുന്ന പ്രവൃത്തികൾ, പ്രത്യേകിച്ച് ലൈഫ് മിഷൻ പദ്ധതി അടക്കം, വിലങ്ങാട് പദ്ധതി അടക്കം നിർജ്ജീവാവസ്ഥയിലേക്ക് നീങ്ങുമെന്നും എടുത്ത പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. വില വർധനവ് പിൻവലിക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ബിൽഡേഴ്സ് അസോസിയേഷൻ ആൻഡ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ സുബൈർ കൊളക്കാടൻ, കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ സിറാജുദ്ദീൻ ഇല്ലത്തൊടി, ക്രഡായി പ്രതിനിധി പി ഗോപിനാഥൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 1000 കോടി ചെലവിൽ സംസ്ഥാനത്തെ തദ്ദേശ റോഡുകൾ പുനരുദ്ധരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രത്യേക പദ്ധതി